രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളം നമ്പർ 1 എന്നൊക്കെ പറയുമെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ആരോഗ്യ ചികിത്സാ രംഗത്തൊക്കെ ഒരുപാട് വളരെ മുമ്പിലാണ് മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. മോർട്ടാലിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിലും മോർബിഡിറ്റി വളരെ കൂടുതലാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ വർധനമാണ്. ഈ ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റിസ്, പ്രഷർ, അങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്ക്, അങ്ങനെയുള്ള രോഗങ്ങൾ പണ്ട് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കാണിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ളത്. അതായത് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായിട്ട് ഈ അധികരിച്ച മാനസിക സമ്മർദ്ദം ഒരു കാരണമാകുന്നു എന്ന് ഗൗരവമായിട്ട് ചിന്തിച്ചിരുന്നില്ല വൈദ്യശാസ്ത്രം പോലും. കുറേ ഒരു 10-25-30 വർഷം മുമ്പ് വരെ. ഇപ്പോഴത്തെ ജീവിതശൈലി നമുക്കറിയാം, എല്ലാവരും വളരെ ഫാസ്റ്റ് ലൈഫാണ്. ആ ഫാസ്റ്റ് ലൈഫിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ആ സ്ട്രെസ് എന്ന് പറയുന്നത്, മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഫാറ്റി ലിവറും ഡയബറ്റീസ് പോലെ തന്നെ ഒരു എമർജിങ് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നുള്ളൊരു ടേം തന്നെ വന്ന് ഒരു 30 വർഷമൊക്കെ ആയിട്ടുള്ളൂ. യോഗയുടെ പ്രാധാന്യം ശരിക്കും കുറച്ചുകൂടെ ലോകത്തിന് മുമ്പിൽ അറിഞ്ഞു തുടങ്ങിയത് കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ. യോഗയെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ യോഗ ഉണ്ടായത് ഇന്ത്യയിലാണ്. യോഗ ആദ്യം ഒറിജിനേറ്റ് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഇന്ത്യയിൽ അവിടെ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. മോഡേൺ മെഡിസിൻ ഒട്ടും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ആയുർവേദത്തിൽ നിന്നും ശകലം വ്യത്യസ്തമായാണ് ആയുർവേദത്തിലും യോഗ വലുതായിട്ട് കുറച്ച് പ്രാധാന്യം കൊടുക്കാൻ വലുതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല. യോഗ തരുന്നതായിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഹെൽത്ത് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വേറെ റിസർച്ച് പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ഡോക്ടേഴ്സും അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് എല്ലാവരിലേക്കും ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്നുള്ളൊരു ആക്സസിബിലിറ്റി കമ്പയറിങ് ടു അതർ ഏരിയാസ് ഓഫ് ദ കൺട്രി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു സിവിക് സെൻസ് ഉണ്ടല്ലോ, അത് വളരെ ബാക്ക്വേർഡുമാണ്. അപ്പോൾ ഇത്രയും രോഗികളെ ഇത്രയും കാലമായിട്ട് കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ഹെൽത്ത് കെയർ ആക്സസിബിലിറ്റി ഉണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷനും കിട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആരോഗ്യപരമായി ജീവിതശൈലിപരമായി ഒരുപാട് ബാക്ക്വേർഡിലാണ് മലയാളികൾ നിൽക്കുന്നത്. ആ ഒരു വിരോധാഭാസത്തിൻ്റെ കാരണം എന്തായിരിക്കും സർ? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. ശരിക്കും പറഞ്ഞാൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഈ രോഗങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടൊക്കെ രോഗം ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു 50 വർഷത്തെ ചരിത്രം ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ഞാൻ പറയുന്നത്. ലോകത്തെല്ലായിടും ഈ ചേഞ്ചസ് നടക്കുന്നുണ്ട്, പക്ഷേ കേരളത്തിലാണ് നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഇപ്പോൾ 50 വർഷം മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 വർഷം മുമ്പ് കണ്ട പല രോഗങ്ങളും ഇപ്പോൾ ഇല്ല. പ്രത്യേകിച്ചും ഈ പകർച്ചവ്യാധികൾ ഇടയ്ക്കിടയ്ക്ക് ചില എപ്പിഡമിക്സ് പോലെ വരുന്നു എന്നുള്ളതല്ലാതെ സ്ഥിരമായ പകർച്ചവ്യാധികൾ, ഇപ്പോൾ വയറിളക്ക രോഗങ്ങൾ, അല്ലെങ്കിൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന പല അങ്ങനെയുള്ള ന്യൂമോണിയ, മലേറിയ, അങ്ങനെയുള്ള പല രോഗങ്ങളും കേരളത്തിൽ ഒരു പരിധിവരെ നല്ലൊരു പങ്കും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ എന്നാൽ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളം നമ്പർ 1 എന്നൊക്കെ പറയുമെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ആരോഗ്യ ചികിത്സാ രംഗത്തൊക്കെ ഒരുപാട് വളരെ മുമ്പിലാണ് മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. എങ്കിലും രോഗാതുരത, മോർബിഡിറ്റി നമ്മൾ പറയും, മരണനിരക്കും കുറഞ്ഞിട്ടുണ്ട്, ജീവിത ദൈർഘ്യം കൂടിയിട്ടുണ്ട് പൊതുവേ. പക്ഷേ രോഗാതുരത, മോർട്ടാലിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിലും മോർബിഡിറ്റി വളരെ കൂടുതലാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ വർധനമാണ്. ഇപ്പോൾ ഏതാണ്ട് പണ്ടൊക്കെ ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റിസ്, പ്രഷർ, അങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്ക്, അങ്ങനെയുള്ള രോഗങ്ങൾ പണ്ട് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കാണിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നുള്ള ജീവിതശൈലിയിലുണ്ടായ മാറ്റം ആണ് അതിൻ്റെ കാരണം. അപ്പോൾ അത് പഴയ രീതിയിലുള്ള പണ്ടത്തെ ആ ജീവിതശൈലിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വാംശീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിസ് അതാണ്. അത് ജീവിതശൈലിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാൾ സ്ട്രെസ്സിന് മരുന്ന് കഴിച്ചതിന് ശേഷം ആ കുട്ടി പ്രീ ഡയബറ്റിക് ആണ് എന്ന് ബ്ലഡ് ടെസ്റ്റിൽ ഐഡൻറ്റിഫൈ ഉണ്ടായി. അപ്പോൾ ഈ മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ടോ അതിൽ സ്റ്റിറോയിഡ് പോലുള്ള കണ്ടൻറ്റ് കൊണ്ടോ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഡിപ്രഷൻ്റെ മരുന്നൊക്കെ എടുക്കുന്ന ആൾക്കാർ പിന്നീട് പ്രീ ഡയബറ്റിക് ആണെന്ന് ബ്ലഡ് ചെക്കിലൂടെ അവർ അറിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. സ്ട്രെസ്സിലെടുക്കുന്ന മരുന്ന് അല്ലെങ്കിൽ സ്ട്രെസ്സ് തന്നെ ജനറലി നമ്മളെ ഡയബറ്റിക്സിലേക്ക് കൊണ്ടുപോകും. സ്ട്രെസ്സ് തീർച്ചയായിട്ടും, സ്ട്രെസ്സ് ഒരു നേരത്തെ പറഞ്ഞ 4 ഘടകങ്ങളിലൊരു പ്രധാന ഘടകമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്, സ്ട്രെസ്സ് എന്ന് പറയുന്നത്. പക്ഷേ പണ്ടൊക്കെ നമ്മൾ ശരിക്കും ഈ സ്ട്രെസ്സ് എന്നുള്ളൊരു ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഒരു 10-25 വർഷം മുമ്പ് കണക്കാക്കിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ആ സ്ട്രെസ്സ് എന്നുള്ളൊരു മാനസിക സമ്മർദ്ദം എന്നുള്ളൊരു
ഒരു കാരണത്തെക്കുറിച്ച് ഈ വൈദ്യശാസ്ത്രം തന്നെ ഗൗരവമായിട്ട് ചിന്തിച്ചിരുന്നില്ല. അതായത് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായിട്ട് ഈ അധികരിച്ച മാനസിക സമ്മർദ്ദം ഒരു കാരണമാകുന്നു എന്ന് ഗൗരവമായിട്ട് ചിന്തിച്ചിരുന്നില്ല വൈദ്യശാസ്ത്രം പോലും, കുറേ ഒരു 10-25-30 വർഷം മുമ്പ് വരെ. പക്ഷേ പിന്നീട് നമ്മൾ വളരെയേറെ അതിൻ്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അധികരിച്ച അതിൻ്റെ ശാസ്ത്രവും നമുക്കിപ്പോൾ അറിയാം. അധികരിച്ച മാനസിക സമ്മർദ്ദം ഉള്ള സമയത്ത് ശരീരത്തിൽ ഈ സ്ട്രെസ് ഹോർമോണുകൾ അതിനൊരു കൂടും. അതെല്ലാം തന്നെ ഡയബറ്റോജനിക്കാണ്. ഡയബറ്റീസ് ഉണ്ടാക്കാൻ സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ഡയബറ്റീസ് ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂട്ടും. അപ്പോൾ അധികരിച്ച മാനസിക സമ്മർദ്ദം ഓഫ് കോഴ്സ് ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പണ്ടത്തെ ഒരു സ്വച്ഛമായ ജീവിതത്തിൽ നിന്ന് 50 വർഷം മുമ്പുണ്ടായിരുന്ന വണ്ടികളൊന്നും ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോഴത്തെ ജീവിതശൈലി നമുക്കറിയാം. എല്ലാവരും വളരെ ഫാസ്റ്റ് ലൈഫാണ്. ആ ഫാസ്റ്റ് ലൈഫിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ആ സ്ട്രെസ് എന്ന് പറയുന്നത്, മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. റോഡിൽ കൂടെ യാത്ര ചെയ്യാനാണെങ്കിലും സ്ട്രെസ്സാണ് എപ്പോഴും, വണ്ടി ഓടിക്കാനാണെങ്കിലും സ്ട്രെസ്സ്. അപ്പോൾ ആ ഘടകങ്ങളെല്ലാം നമുക്കുണ്ട്. കുട്ടികളിലും അതുപോലെ തന്നെ ചെറുപ്പത്തിൽ മുതലേ തന്നെ ഈ പഠനത്തിൻ്റെ കാര്യങ്ങളിൽ കുട്ടികളുടെ സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ് ഇസ് പാർട്ട് ഓഫ് ലൈഫ് ഇപ്പോഴേ. പക്ഷേ ആ സ്ട്രെസ്സ് ആണ് ഈ പല ജീവിതശൈലി രോഗങ്ങൾക്കൊരു കാരണം എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രവും നമുക്കറിയാം ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ട്രെസ്സ് കഴിയുന്നിടത്തോളം മാനസിക സമ്മർദ്ദം ലഘൂകരിക്കേണ്ടത് ആവശ്യമാണ് ഇതിൻ്റെ ചികിത്സയിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റീറോയിഡ്സ് കഴിക്കുമ്പോൾ ഇപ്പം ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ഒരാൾക്ക് ഏതെങ്കിലും രോഗത്തെ ചികിത്സയുടെ ഭാഗമായിട്ട് സ്റ്റീറോയിഡ്സ് കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രമേഹം പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നോർമലാകുകയും ചെയ്യും. അല്ല സ്ഥിരമായിട്ട് പെർമനൻ്റായിട്ട് അവർ ഡയബറ്റിക് ആവത്തില്ല സ്റ്റീറോയിഡ് കഴിച്ചു എന്ന് വെച്ച്. പക്ഷേ അങ്ങനെയുള്ളവർ സ്റ്റീറോയിഡ് കഴിക്കുമ്പോൾ ഈ പ്രീ ഡയബറ്റീസ് ഒക്കെ ആവുന്ന ആളുകൾ ഭാവിയിൽ പ്രമേഹം വരാനുള്ള സാധ്യതയുള്ളവരാണ്. എല്ലാവർക്കും വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഹോർമോൺ കൂടുന്നതുകൊണ്ടാണ്. സ്റ്റീറോയിഡ് സ്ട്രെസ് ഹോർമോണാണ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു 10 വർഷത്തിൽ ഒരു വലിയ പോപ്പുലേഷന് വരാൻ സാധ്യതയുള്ളൊരു അസുഖമായിട്ട് പറയുന്ന ഒന്നാണല്ലോ ഫാറ്റി ലിവർ എന്ന്. അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഒരുപാട് കൂടുന്നുണ്ട്. ഈ കരൾ മാറ്റി വെക്കലും നമ്മൾ പണ്ട് കണ്ടിരുന്നതിൽ കൂടുതൽ ഒരു 5 വർഷത്തിന് മുമ്പേക്കാൾ ഇപ്പോൾ ഒരു പബ്ലിസിറ്റിയും പരസ്യമൊക്കെ വരുന്നുണ്ട്. അത് ട്രാൻസ്പ്ലാന്റ്സ് സംഭവിക്കുന്നുമുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു ഒബ്സർവേഷനിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഫാറ്റി ലിവർ എന്നൊരു സാധനം ഇങ്ങനെ പെട്ടെന്ന് ഇൻക്രീസ് ആയത്? ഈ ഫാറ്റി ലിവറും ഡയബറ്റീസ് പോലെ തന്നെ ഒരു എമർജിങ് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഒരു 30 വർഷം മുമ്പ് ഫാറ്റി ലിവർ ഫാറ്റി ലിവറും സിറോസിസ് ഓഫ് ലിവർ ഉണ്ടായിരുന്നു. അത് ആൽക്കഹോളിക് സിറോസിസ്. ക്രോണിക് ആൽക്കഹോളിക്സിന് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ലിവറിനെ ബാധിച്ച് സിറോസിസ് വരും. അത് അധികരിച്ച് സിറോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മോചനമില്ല. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്ന് അപകടത്തിലോട്ട് പോകും. അതാണ് സാധാരണ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. അതിപ്പോഴും ഉണ്ട്. ക്രോണിക് ആൽക്കഹോളിക്സ്, പ്രത്യേകിച്ചും ഫുഡൊന്നും വേണ്ട പോലെ കഴിക്കാത്ത ആൽക്കഹോളിക്സിന് പെട്ടെന്ന് തന്നെ പ്രശ്നമുണ്ട്. പക്ഷേ ആൽക്കഹോൾ തൊട്ടിട്ടേ ഇല്ലാത്ത ആളുകൾക്കും ഈ ലിവർ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ സിറോസിസ് തന്നെ വരാറുണ്ട്, അല്ലെങ്കിൽ ലിവർ ക്യാൻസർ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ മുന്നോടിയായിട്ട് വരുന്നൊരു ഭാഗമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഈ അമിതമായിട്ട് ആഹാരം കഴിക്കുകയും ഒട്ടും എക്സസൈസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ അധികരിച്ച കഴിക്കുന്ന നമ്മൾ ഗ്ലൂക്കോസ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് ഫാറ്റി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂടുതൽ കഴിക്കുന്ന ഗ്ലൂക്കോസ് തന്നെയും ഗ്ലൂക്കോസായിട്ടല്ല ശരീരത്തിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ഭാഗം ഗ്ലൈക്കോജനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെയും നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്താണ് ശരീരത്തിൻ്റെ പല ഭാഗം, പ്രത്യേകിച്ച് തൊലിക്കടിയിൽ, പിന്നെ വയറിൻ്റെ ചുറ്റുപാടുമായിട്ട് അതാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലിവറിനകത്തും ഇങ്ങനെയുള്ള തൊലിയുടെ അടിയിലും മസിലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് വയറിനകത്ത്, പിന്നെ ലിവറിനകത്ത് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ 3 ഇടത്താണ് പ്രധാനമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എവിടെ വേണമെങ്കിലും ആവാം, എന്നാലും ഇത് 3 ഇടത്താണ് പ്രധാനമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ വയറ് കൂടുതലുള്ള അമിതമായിട്ട് വണ്ണമുള്ള ഒരാളിന് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഉണ്ടാവും. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ സ്കാനിങ് ഒക്കെ വളരെ വ്യാപകമായതിനു ശേഷമാണ് അത് കണ്ടുപിടിച്ച് തുടങ്ങിയത്. ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നുള്ളൊരു ടേം തന്നെ വന്ന് ഒരു 30 വർഷമൊക്കെ ആയിട്ടുള്ളൂ മോഡേൺ മെഡിസിനിൽ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നും അത് പ്രോഗ്രസ് ചെയ്ത് ലിവർ ഡിസ്ഫങ്ഷനിലോട്ടും ലിവർ പ്രോബ്ലത്തിലോട്ടും പോകാമെന്നും മനസ്സിലാക്കിയിട്ട് 10-30 വർഷത്തിൽ താഴെ ആയുള്ളൂ. അപ്പോൾ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്.
അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം കൊണ്ട് തന്നെ ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ അത് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൊതുവേ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഒരു ഫാറ്റ് ലിവർ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പലരും ഈ വെറുതെ ചെക്കപ്പിന് പോകുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഫാറ്റ് ലിവർ കാണും. അപ്പോൾ ഫാറ്റ് ലിവർ ഓരോരുത്തരുടെ ഓരോ പെർസ്പെക്റ്റീവിലാണ് ഓരോരുത്തർ എടുക്കുന്നത്. ചിലത് ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ ഉടനെ ലിവർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കും, ഉടനെ എൻ്റെ ലിവർ പോയി എന്നൊക്കെ ആ രീതിയിലുള്ളൊരു ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അത്ര പേടിക്കേണ്ട കാര്യമുള്ളതല്ല. ഫാറ്റ് ലിവറിനുള്ളൊരു അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഇറ്റ് ക്യാൻ ബി റിവേഴ്സിബിളാണ് ഏർലി സ്റ്റേജിൽ. ഫാറ്റ് ലിവറിൽ എക്സസൈസ് ചെയ്യുകയും വെയിറ്റ് കൂടുതലുള്ളൊരു വെയിറ്റ് കുറയ്ക്കുകയും ഈ ഫാറ്റ് കണ്ടൻറ്റുള്ള ഫുഡ് കുറയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കൂടാതെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ചിലർക്ക് റിവേർട്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്നൊക്കെ 2 ഗ്രേഡിംഗ് ഉണ്ട് സ്കാൻ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ അത് ആ ഫാറ്റ് ലിവറിൻ്റെ അടുത്തൊരു സ്റ്റേജിലാണ് നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ലിവറിന് ഒരു ഇൻഫ്ലമേഷൻ പോലെ വരും ഫാറ്റ് ലിവർ കുറേ കാലം നിന്ന് കഴിയുമ്പോൾ. സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് നാഷ് എന്ന് പറയും, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഒരു ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലമേഷൻ പോലെ ഇൻഫ്ലമേഷനായി അതിൻ്റെ അടുത്ത സ്റ്റേജിലാണ് സിറോസിസ് ആയി കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജിൽ ചിലർക്ക് സിറോസിസ് പ്രോഗ്രസ് ചെയ്യാം, ചിലർക്ക് അത് ലിവർ ക്യാൻസറിലോട്ട് പോകും. പക്ഷേ ഇതൊക്കെ വളരെ അപൂർവമാണ്. ഇപ്പോൾ 1000 പേർക്ക് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് വല്ലതുമായിരിക്കും ഈ സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസിലോട്ട് പോകുന്നത്. അതിലൊരു ചെറിയ ശതമാനം ആൾക്കാർക്കും സിറോസിലോട്ട് പോകുന്നത്, ക്യാൻസറിലോട്ടും പോകുന്നത്. പക്ഷേ ഇത് ആദ്യത്തെ സ്റ്റേജിലൊന്നും ഫാറ്റ് ലിവർ ഉണ്ടെന്ന് പറഞ്ഞ് ആർക്കും തന്നെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ സമയത്തെ ഒരു അലാമാണ്, ഒരു വാണിംഗ് ആണത്, ടു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. പക്ഷേ അങ്ങനെ അത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിക്കോഷൻ എടുക്കുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസുമാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഈവൻ പ്രീ ഡയബറ്റീസ് ഉള്ളവർക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം കോമൺ ആയിട്ടുള്ളൊരു കാര്യം, ഏതാ നമുക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതിനെല്ലാത്തിനും കൂടെ ഉള്ളൊരു ഒറ്റമൂലിയാണ് ശരിക്കും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഫാറ്റ് ലിവർ പ്രോഗ്രസ് ചെയ്യുന്നത് നല്ല പങ്ക് ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കാതിരിക്കുന്നൊരവസ്ഥയിൽ ഈ സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് നാഷ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് വന്നു കഴിഞ്ഞാലാണ് പിന്നെ അത് റിവേഴ്സിബിൾ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത് ഉറപ്പില്ല. അതിന് മുമ്പുള്ള സ്റ്റേജൊക്കെ റിവേഴ്സിബിളാണ്. സിറോസ് ആയി കഴിഞ്ഞാലും ഒട്ടും റിവേഴ്സിബിൾ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ പ്രോഗ്രഷൻ ഇസ് നോട്ട്, അത് പിന്നെ മാനേജ് ചെയ്യാം. അതാണ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് അവൈലബിൾ ആണ്. അത് പിന്നെ ലൈവ് ഡോണർ ഒക്കെ എന്നുള്ളതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ കിഡ്നിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി വരുന്നത്. സാർ, നമ്മുടെ ആരോഗ്യ നികേതനത്തിൻ്റെ അകത്ത് യോഗയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ ഉണ്ടെന്ന് സാർ എന്നോട് പറഞ്ഞല്ലോ. ഇപ്പോൾ ഡയബറ്റിക്സ് ഐഡൻറ്റിഫൈ ചെയ്ത ഒരാൾക്കും അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ട് അതിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരാൾക്കും ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പ്രിവെൻറ്റീവ് മെഷറായിട്ടൊക്കെ എങ്ങനെയാണ് ഈ യോഗ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മളെ സംബന്ധിച്ച് ഒരു പ്രത്യേക ദിവസത്തിലെ ഒരു ഷോയാണ് പലർക്കും യോഗ ഡിസ്പ്ലേ എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് ആൾക്കാർ പോകുന്നത് വളരെ കുറവാണെന്ന് തോന്നുന്നു. സാറിന് അതെങ്ങനെയാണ് നമുക്കതൊരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക? യോഗയുടെ പ്രാധാന്യം ശരിക്കും കുറച്ചുകൂടെ ലോകത്തിന് മുമ്പിൽ അറിഞ്ഞു തുടങ്ങിയത് കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ. യോഗയെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ യോഗ ഉണ്ടായത് ഇന്ത്യയിലാണ്. യോഗ പ്രാക്ടീസ് തുടങ്ങി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യൻ ട്രഡീഷനിലുണ്ടായ ഒരു മുറയാണ്, വ്യായാമ മുറയെന്നോ അല്ലെങ്കിൽ ഒരു അഭ്യാസമെന്നോ അത് ഉണ്ടായത് ഇന്ത്യയിലാണ്. യോഗ ആദ്യം ഒറിജിനേറ്റ് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഇന്ത്യയിൽ അവിടെ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. മോഡേൺ മെഡിസിൻ ഒട്ടും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ആയുർവേദത്തിൽ നിന്നും ശകലം വ്യത്യസ്തമായാണ് ആയുർവേദത്തിലും യോഗ വലുതായിട്ട് കുറച്ച് പ്രാധാന്യം കൊടുത്ത് വലുതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല. യോഗ തനതായിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു രീതിയിലായിരുന്നു കുറേ നൂറ്റാണ്ടുകളായിട്ട്. ഞാൻ യോഗയുമായിട്ട് കൂടുതൽ അടുത്തറിഞ്ഞത് ഒരു രസകരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ പുസ്തകത്തിൽ നിന്നായിരുന്നു. ഒരു അമേരിക്കൻ പ്രൊഫസറുടെ ഒരു പുസ്തകത്തിൽ നിന്നാണ്. റിവേഴ്സിങ് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ്സെല്ലർ, ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ്സെല്ലർ പുസ്തകമുണ്ട്. ഒരു അമേരിക്കൻ ഡോക്ടർ എഴുതിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഹിസ്റ്ററി ലൈവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാനത് യോഗയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്ന രീതി ഉണ്ടായിരുന്നുണ്ട്. അത് വായിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ അതിന് അദ്ദേഹം ചെയ്തൊരു പരീക്ഷണമാണ്. പുള്ളി ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ഹാർട്ട് ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് ബ്ലോക്ക് വരും. അത് ഈ കൊളസ്ട്രോൾ കൂടിയിട്ടാണ്, ഫാറ്റ് അടിഞ്ഞിട്ടാണ് ബ്ലോക്ക് വരുന്നതെന്നുള്ള അറിയാമായിരുന്നു നേരത്തെ തന്നെ. അതിന് അലിയിച്ച് കളയാനുള്ള ഗുളികകളൊക്കെയാണെന്നുള്ളൂ. ആൻജിയോഗ്രാം തുടങ്ങിയ കാലത്താണ്, 1980s അമേരിക്കയിലൊക്കെ ആൻജിയോഗ്രാം തുടങ്ങിയത്.
അപ്പോൾ ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലപ്പം ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യാതെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് റിവേഴ്സ് ചെയ്യാമല്ലോ, അതുകൊണ്ടാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വന്നിട്ട് അതിനെക്കുറിച്ചൊരു നിരീക്ഷണം. അപ്പോൾ മോഡേൺ മെഡിസിനിൽ ഒരു റിസർച്ച് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഡബിൾ ബ്ലൈൻഡ് ട്രയൽസ് കാണിക്കണം. കുറേ പേരെ ഈ ഒരു പരീക്ഷണങ്ങൾ ചെയ്ത് ഒരു ഗ്രൂപ്പ്, അത് ചെയ്യാത്ത വേറൊരു ഗ്രൂപ്പ്, എന്നിട്ട് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ മോഡേൺ മെഡിസിൻ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഒരു റിസർച്ചായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് പുള്ളി അപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 രോഗികളെ കണ്ടുപിടിച്ചു, ഹാർട്ടിന് അസുഖമുള്ള ആൾ കണ്ടുപിടിച്ചിട്ട് അതിൽ 25 പേരെ പുള്ളി സെലക്ട് ചെയ്തിട്ട് അവരുടെ സമ്മതത്തോടു കൂടി സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇൻറ്റൻസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊടുക്കുക. ബാക്കിയുള്ളവർക്ക് അവരുടെ അന്ന് ആൻജിയോപ്ലാസ്റ്റി അത്ര വ്യാപകമായിട്ടില്ല. ആൻജിയോഗ്രാം ചെയ്യുമായിരുന്നു, പക്ഷേ ആൻജിയോപ്ലാസ്റ്റി അത്ര വ്യാപകം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവരെ അല്ലാതെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിടുക. ഇവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഇല്ല, ഈ ഇൻറ്റൻസീവായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രം കൊടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പുള്ളി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നേരെ മുന്നൊരുക്കങ്ങളാണ് പറയുന്നത് ഞാൻ ആദ്യം. അതിൽ പുള്ളി പറഞ്ഞ് ഡയറ്റ് നോ കൊളസ്ട്രോൾ ഡയറ്റാണ്. നോ കൊളസ്ട്രോൾ ഡയറ്റ്, വെയിറ്റ് കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റുന്ന നോ കൊളസ്ട്രോൾ ഡയറ്റ് ഒന്ന്. രണ്ടാമത് റെഗുലറായിട്ടുള്ള എക്സസൈസ്, ഹാഫ് ആൻ അവർ ടു 1 hour, 1 hour 2 hour എക്സസൈസ്. മൂന്നാമത് സ്ട്രെസ്, മാനസിക സമ്മർദ്ദം ഒരു ഘടകമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സ്ട്രെസ് റിലാക്സേഷൻ ഉണ്ട്, യോഗ. അപ്പോൾ യോഗയെക്കുറിച്ച് ഇന്ത്യൻ സ്വാമിമാരൊക്കെ അവിടെ ചെന്ന് വലിയ പ്രഭാഷണമൊക്കെ നടത്തുന്ന ഒരു കാലമാണ്. കുറേ അവിടെ ഡിസൈപ്പിൾസ്, ഈ ബീറ്റിൽസിനൊക്കെ അവരുടെ ഡിസൈപ്പിൾസ് ആയിരുന്നു യോഗയുടെ. അപ്പോൾ യോഗയിൽ നിന്ന് ഈ ഡോക്ടർ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം ഈ യോഗ പഠിക്കാൻ, പക്ഷേ യോഗ ഇവിടെ നിന്ന് പഠിക്കും എന്നുള്ളതാണ്. പുള്ളി ഇന്ത്യ വന്നു യോഗ പഠിക്കാനായിട്ട്, എൻ്റെ മുന്നൊരുക്കങ്ങൾക്കാണ്. അപ്പോൾ ഇന്ത്യ വന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിക്കുമ്പം അവിടുത്തെ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പം ഏത് യോഗ എന്നാണ് അവർക്കാരും കേട്ടിട്ട്, അവർക്കാർക്കും അതിനെക്കുറിച്ച് അറിയാൻ വയ്യ. അങ്ങനെ ഹീ കെയിം ഓവർ ടു സൗത്ത് ഇന്ത്യ. മൈസൂരിൽ വന്നിട്ട് ഒരു യോഗാചാര്യൻ്റെ കൂടെ താമസിച്ച് പഠിച്ചു യോഗ. ഒരു 6 months പുള്ളി താമസിച്ച് യോഗ ട്രെയിൻ ചെയ്തു പുള്ളി സ്വയം. എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് ഈ പ്ലാൻ കംപ്ലീറ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റഡിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ ഈ റിസർച്ചുകളെല്ലാം തന്നെ ഫാർമ ഫണ്ടഡ് ആണ്, നല്ല എക്സ്പെൻസീവ് ആണ് ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇതിന് ആദ്യം ആൻജിയോഗ്രാം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആൻജിയോഗ്രാം ചെയ്യണം. എന്നിട്ട് ആ ബ്ലോക്ക് മാറിയെന്ന് കാണിച്ചെങ്കിലേ ഈ ഇത് സ്റ്റഡി പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ പുള്ളി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഫാർമയ്ക്കൊന്നും ഫണ്ടില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് വേറെ ഹോസ്പിറ്റലിൽ താമസിപ്പിച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഈ 25 പേരെ കൂടെ താമസിപ്പിച്ചു ഫോർ 3 months. എന്നിട്ട് ആദ്യം ഇവർക്ക് ആൻജിയോഗ്രാം ചെയ്തിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഇൻറ്റൻസീവായിട്ടുള്ള ഈ ലൈഫ് ഡയറ്റ്, എക്സസൈസ്, യോഗ സ്ഥിരമായിട്ട് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞ് ഇവരുടെ എല്ലാ ആൻജിയോഗ്രാം വീണ്ടും ചെയ്തു. എന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ ദ ബ്ലോക്സ് ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സൈമിൾട്ടേനിയസ്ലി മറ്റവർക്കും ചെയ്തു, മറ്റേ കൺട്രോൾ ഗ്രൂപ്പിനും. അവരെ അപേക്ഷിച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, എല്ലാവരുടെയും മാറിയെന്നല്ല, പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ബ്ലോക്കുകൾക്കുണ്ട്. ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ആ ബ്ലോക്ക് എത്രമാത്രം മാറിയിട്ടുണ്ടെന്നറിയാം എന്ന് പുള്ളി പ്രൂവ് ചെയ്തു. ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അമേരിക്കൻ ഈ പുള്ളി ആ പുസ്തകം എഴുതുന്നത്. ഇറ്റ്സ് എ ബിഗ് ബുക്ക്. അപ്പോൾ അതിനകത്ത് ഓരോരുത്തരുടെ അനുഭവങ്ങളുമൊക്കെ ഉണ്ട്. അല്ല, കൊടുത്ത ഡയറ്റ്, അത് എക്സസൈസ് എല്ലാം വളരെ വിശദമായിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് ഈ ഇദ്ദേഹം പലരും പലരുടെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ചിലർ പറയുന്നത് യോഗ, ഐ ഡോണ്ട് നോ വാട്ട് യോഗ ഹാസ് ഡൺ ടു മൈ ബ്ലഡ് വെസൽസ്, ബട്ട് ഐ ഹാവ് വെദർ ദാറ്റ് ഈസ് ഓപ്പൺഡ് അപ്പ് ഓർ നോട്ട്, ബട്ട് ഐ ഹാവ് ഓപ്പൺഡ് അപ്പ് എന്നാണ് ഒരു പേഷ്യൻ്റ് പറയുന്നത്. അപ്പം ആ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പൊതുവെ ഒരു പെർസ്പെക്റ്റീവ് മാറും, ഈ ഔട്ട്ലുക്ക് കുറേ മാറും. പ്രത്യേകിച്ച് ആ മെഡിറ്റേഷൻ. യോഗ മെയിൻലി മൂന്ന് ഭാഗമാണുള്ളത്. ഒന്ന് എക്സസൈസ്, പിന്നെ പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ്, മൂന്നാമത് മെഡിറ്റേഷൻ. അതിനകത്ത് ഈ മൂന്നും കൂടെ ചേർന്നാണ് യോഗ. അപ്പോൾ ആ യോഗ ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ട് ഒരുപാട് റിലാക്സേഷൻ. പിന്നെ ഡയറ്റിനകത്ത് ഏത് ഡയറ്റ് ആയാലും കഴിക്കാമെന്നുള്ളൊരു ആ ഒരു ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ് കുറേ ചേഞ്ച് വരും എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഫലമായിട്ട്. അതും ഈ കൂടെ താമസിച്ച പലരും അതും വോച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ആ പുസ്തകം റിലീസ് ചെയ്തത്. അത് വായിച്ചിട്ടാണ് ശരിക്കും ഞാൻ യോഗയിൽ താല്പര്യം വന്നത്. അങ്ങനെ 2000 മുതൽ നമ്മുടെ ഡയബറ്റീസ് ക്ലിനിക്കുമായിട്ട് ചേർന്ന് യോഗ വന്ന് കോഴിക്കോട് നിന്നുള്ളൊരു യോഗാചാര്യൻ, ഒരു ഉണ്ണിരാമൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പരിചയപ്പെട്ട് അദ്ദേഹം ഇവിടെ വന്ന് യോഗ ക്ലാസ് എടുക്കുമായിരുന്നു. എല്ലാ മാസവും ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വേണം. അപ്പോൾ അത് ഒരു പേഷ്യൻസിന് വേണ്ടി, താല്പര്യമുള്ള പേഷ്യൻസിന് വേണ്ടി ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആയിരുന്നു, ഇതില്ല, അത് ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെയാണ് യോഗയെ താല്പര്യം വന്നത്. ഒരു ചെറിയ സ്റ്റഡി നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡിയല്ല, ഒരു സ്റ്റഡി എന്ന് പറയാൻ എല്ലാവരും ഒബ്സർവേഷൻ, ഒരു 30 പേഷ്യൻസിന് യോഗ ഒരു 3 മാസത്തേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് മുമ്പും അതിന് ശേഷവും
ഇതെല്ലാം നോക്കി. മരുന്ന് ഡയബറ്റിക് പേഷ്യൻസാണ്. അവർ കൺട്രോൾ കൺട്രോൾ ഗ്രൂപ്പായിട്ട് വെച്ചില്ല. അതായത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ എൻ്റെ ആ ബിസി ടൈമിലൊന്നും പ്രായോഗികമാകത്തില്ല. ഒരു ഒബ്സർവേഷണൽ സ്റ്റഡി എന്നുള്ള രീതിയിൽ അതുകൊണ്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനകത്ത് ഈ 30 പേരിൽ ശരിക്കും നമ്മൾ അവരുടെ ആദ്യം ഷുഗർ നോക്കി, കൊളസ്ട്രോളും എല്ലാം നോക്കി, 3 മാസം കൃത്യമായിട്ട് എല്ലാ മാസവും ഇത് പിന്നെ ആദ്യം ഒരു 15 ദിവസം ഇവിടെ ഡെയിലി വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഒരു റിവ്യൂ, അങ്ങനെ 3 മാസം അവർ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കി. ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്ത് കഴിഞ്ഞപ്പം അവരെല്ലാം അതിന് കൂടാതെ നമ്മൾ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഷുഗറിൻ്റെ നോക്കിയിട്ട് കുറയുന്നതനുസരിച്ച് ഡോസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യും. 3 മാസം കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കും കൊളസ്ട്രോൾ ഡ്രഗ് കൊടുത്തിട്ടില്ല. കൊളസ്ട്രോളിനുള്ള മരുന്ന് ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ഡയബറ്റീസിന് മരുന്ന് ആസ് യൂഷ്വൽ ഫോളോ അപ്പ് പോലെ കുറയ്ക്കേണ്ടത് കുറയ്ക്കും. പിന്നെ ഓരോ മാസവും വന്ന് കാണുമ്പോൾ 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ 7 പേഷ്യൻസിന് ഡയബറ്റീസിൻ്റെ മരുന്ന് കുറയ്ക്കാൻ പറ്റി. നേരത്തെ കഴിച്ചാൽ ആർക്കും കൂട്ടേണ്ടി വന്നില്ല. പിന്നെ കൊളസ്ട്രോള് ശരാശരി 26 മില്ലിഗ്രാം കുറഞ്ഞു ടോട്ടൽ ആവറേജ് റിഡക്ഷൻ. കൊളസ്ട്രോൾ ഡ്രഗൊന്നും കൊടുക്കാതെ തന്നെ ശരാശരി 1 കിലോ വെയിറ്റ് കുറഞ്ഞു എല്ലാവർക്കും പൊതുവേ. BP ഒരു 10/5, അതായത് സിസ്റ്റോളിക്ക് 10 മറ്റേ 5 കുറഞ്ഞു ശരാശരി. അപ്പോൾ എല്ലാത്തിനകത്തും പോസിറ്റീവ് ഉണ്ടായിരുന്നു 3 മാസം കൊണ്ട് തന്നെ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ അതാണ്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ ധാരാളം സ്റ്റഡീസ് വന്നിട്ടുണ്ട് യോഗ ഡിഫക്റ്റിനെ കുറിച്ച്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ നിംഹാൻസ് പറഞ്ഞില്ല, നിംഹാൻസിൽ നിന്ന് അവിടെ നിന്നാണ് കൂടുതലും മെൻ്റൽ ഹെൽത്തിൻ്റെ. അവർ ഈ ഹോർമോണൽ ചേഞ്ചസും ഈ സ്ട്രെസ് ഹോർമോൺസ് കുറയും ഈ യോഗ ചെയ്യുമ്പോഴേ, പ്രത്യേകിച്ച് മെഡിറ്റേഷൻ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡീസ് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സയൻറ്റിഫിക് ബേസിസ് ഉള്ള കാര്യമാണ് യോഗ പരിശീലനമുണ്ട്. അപ്പോൾ യോഗ പരിശീലനത്തിന് ഡയബറ്റീസുമായിട്ട് വരാനുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നോർമൽ ഈ ലൈഫിൽ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന ഘട്ടം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് 2 പാർട്ടുണ്ട്. ഒന്നൊരു സിമ്പത്തറ്റിക് സിസ്റ്റവും വേറൊരു പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അത് ഈ സ്ട്രെസ് വരുന്ന സമയത്ത് ഈ സിമ്പത്തറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അത് ദാറ്റ് ഈസ് ടു മേക്ക് ദ ബോഡി ഫൈറ്റ് ദാറ്റ് ആ പ്രോബ്ലം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ സിമ്പത്തറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് സ്റ്റീറോയിഡ് ഹോർമോൺസ് കൂടും, ഹാർട്ട് റേറ്റ് കൂടും, റെസ്പിറേറ്ററി റേറ്റ് കൂടും. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ബ്ലഡ് ഷുഗർ കൂടും. ബ്ലഡ് ഷുഗർ ഡെപ്പോസിറ്റ് ചെയ്ത ഭാഗത്തു നിന്ന് ഈ ഗ്ലൈക്കോജൻ സ്റ്റോർ നിന്ന് ബ്ലഡിലെ ഷുഗർ കൂടും. അതായത് അത് ഫൈറ്റ് ചെയ്യാനായിട്ട് എനർജി വേണമല്ലോ, അതിന് ഗ്ലൂക്കോസ് വേണം. അപ്പോൾ അത് ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇതെല്ലാം സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ആ സ്ട്രെസ്സിൻ്റെ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം റിവേഴ്സ് ചെയ്യും. അത് പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ കൊണ്ടാണ്. പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ് ഒരു കാംനെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞെല്ലാം റിവേഴ്സ് ചെയ്യും. ഹാർട്ട് റേറ്റ് കുറയും, റെസ്പിറേറ്ററി റേറ്റ് കുറയും, ഈ ഷുഗർ വന്നത് തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ ബോഡി പഴയ ലെവലിലോട്ടെത്തും. പണ്ടൊക്കെ ആണെങ്കിൽ ഈ വല്ലപ്പോഴും ഒരിക്കലേ ഉള്ളായിരുന്നു ഈ സ്ട്രെസ്സ് വരുന്നതേ. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു പട്ടി ഓടി വന്നാലേ ഉള്ളൂ, അതായത് നമുക്കൊരു സ്ട്രെസ്സ്. ഇപ്പോൾ വണ്ടി കാറെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും നമുക്ക് സ്ട്രെസ്സാണ്. ഓവർടേക്ക് ചെയ്ത് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നവരെ പല സ്ട്രെസ്സാണ്. അപ്പോൾ റെപ്പറ്റേറ്റീവ് സ്ട്രെസ്സാണ്, റെപ്പറ്റേറ്റീവ് സ്ട്രെസ് ഇഞ്ചുറി എന്ന് പറയും. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ സിമ്പത്തറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിനിടയ്ക്ക് ഒരു റിലാക്സ് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കുന്നില്ല. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഐഡിയലായിട്ടിരിക്കുക. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാനേ പറ്റുന്നേയില്ല. അതാണ് നമ്മുടെ ബോഡിയെ ഒരു നോർമലാക്കുന്നത്. അതിന് നമ്മൾ സമയം കൊടുക്കുന്നേയില്ല, ഫുൾ ടൈം ടെൻഷനിലാണ്. അപ്പോൾ ആ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ, അത് വർക്ക് ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രെസ് പീരീഡ് കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട്, അപ്പോൾ ഷുഗർ കൂടുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ, സ്ട്രെസ് ഹോർമോൺസ് കൂടും. ദാറ്റ് വിൽ ഇൻക്രീസ് ദ ബ്ലഡ് ഷുഗർ. അങ്ങനെയാണ് ഷുഗർ ഡയബറ്റീസുമായിട്ടുള്ള റിലേഷൻ അതാണ്. അപ്പോൾ ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരെണ്ണം യോഗയാണ്. അത് അവർ സ്റ്റഡീസ് കാണിച്ചിട്ടുണ്ട്. യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് അല്ലാതുള്ളവരും തമ്മിൽ ഈ സ്ട്രെസ് ഹോർമോൺസ് സിഗ്നിഫിക്കൻ്റായിട്ട് കുറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് മെഡിറ്റേഷൻ എല്ലാം തന്നെ. അപ്പോൾ ആ യോഗയുടെ ഇഫക്റ്റ് അതാണ്, ഡയബറ്റീസുമായിട്ട് ബന്ധം അതാണ്. അപ്പോൾ ഡയബറ്റീസിൻ്റെ ന്യൂറോപ്പ് കോംപ്ലിക്കേഷൻസ് വരുന്നത് ഷുഗർ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഒരു അഡീഷണൽ ടൂളാണ് സ്ട്രെസ് റിലാക്സേഷൻ. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദ ലഘൂകരണം കൊണ്ടുണ്ടാവുന്നത് ഈ യോഗ കൊണ്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാം. മാനസിക സമ്മർദ്ദം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് നമ്മുടെ ജോബിൻ്റെ അനുസരിച്ച് യു ഹാവ് ടു ഫേസ് ദാറ്റ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ യോഗ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ്സ് കുറച്ച് കുറയ്ക്കുകയും അതുമൂലം ഉണ്ടാകുന്ന ഡാമേജ് കുറച്ച് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് കുറച്ച് കുറയുകയും ചെയ്യും. അതാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം പറയുന്നത്. ഇനി വർക്ക് യു ക്യാൻ ഡു. നമ്മളുള്ള ജോലികൾ ഇപ്പോൾ മാറ്റാൻ സാധ്യമല്ല ആർക്കും.
പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ യോഗയോട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രയോജനമുണ്ട്. പിന്നെ യോഗയ്ക്കുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഡൺ എനിവെയർ. ആരുടെയും ഹെൽപ്പ് വേണ്ട. ഇപ്പോൾ ഹോട്ടലിൽ പോയി താമസിക്കുകയാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. എവിടെ പോയി താമസിക്കുകയാണെങ്കിലും ചെയ്യാൻ പറ്റും. അതിനൊരു സ്പേസ് വേണ്ട. അതാണ് ഏറ്റവും അത് തനിയെ തന്നെയാണ്. പക്ഷേ അത് ആരുടെയെങ്കിലും മുമ്പ് പഠിക്കണം ശരിക്കും. ഞാൻ ഗൈഡഡ് റിലാക്സേഷൻ, ഈ മെഡിറ്റേഷൻ ഞാൻ വെറുതെ ഇങ്ങനെ കിടക്കുക എന്നുള്ളതല്ല, ഒരു ഗൈഡഡ് റിലാക്സേഷൻ എന്ന് പറയും. അതൊരു കുറച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിലേ അത് ശരിയാവുള്ളൂ, ശരിയായി വരുള്ളൂ. അതിന് പ്രാധാന്യമുണ്ട് ശരിക്കും. അതൊരു സയൻറ്റിഫിക്കാണ്. അപ്പോൾ യോഗയെ ഒരു സിസ്റ്റത്തിൻ്റെയും മോഡേൺ മെഡിസിൻ്റെ ഭാഗമല്ല. മോഡേൺ മെഡിസിൻകാർ ചിലരൊക്കെ ആക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്, മോഡേൺ മെഡിസിനിലുള്ളവർ, ഈ യോഗയ്ക്ക് എന്തിനാണ് പ്രാധാന്യം എന്നുള്ളത്. പക്ഷേ എൻ്റെ അനുഭവത്തിലും അഭിപ്രായത്തിലും യോഗ ക്യാൻ ബി എ പാർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ എനി സിസ്റ്റം ഓഫ് മെഡിസിൻ. ഓക്കെ.